Hi all. ഡിമെൻഷ്യ ബിയോണ്ട് ഫോർഗെറ്റിംഗ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അൽഫോൺസ ജോർജ്. ഞാനൊരു ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഡിമെൻഷ്യ ഉള്ളവരുമായി നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട 10 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ 10 ഗൈഡ് ലൈൻസിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ 3 പറ്റിയാണ് കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത്. ഇനി അടുത്ത 3 പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ 3 ഏതൊക്കെയായിരുന്നു ഞാനൊന്ന് പോയിന്റ്സ് മാത്രം പറയാം. നമ്മൾ ആദ്യത്തെ 3 പോയിന്റ്സ് എന്ന് പറയുന്നത് നെവർ ആർഗ്യൂ, ഓൾവേസ് എഗ്രി, നെവർ റീസൺ, ഓൾവേസ് റീഡയറക്റ്റ്, നെവർ ഷെയിം, ഓൾവേസ് ഡൈവേർട്ട്. അപ്പൊ ഇന്ന് പറയാൻ പോകുന്ന 3 പോയിന്റ്സിൽ ആദ്യത്തേതെന്ന് പറയുന്നത് നെവർ ലെക്ചർ, ഓൾവേസ് റീഅഷ്യൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാലോ അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചാലോ അതിനെപ്പറ്റി നമ്മൾ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാനോ കാരണങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ക്ലാസ് എടുക്കാനോ ഒന്നും ശ്രമിക്കരുത്. നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് അന്നേരം തോന്നുന്ന ഫീലിംഗ് എന്താണോ, ആ സംഭവിച്ചു പോയതിൽ അവർക്ക് തോന്നുന്ന ഫീലിംഗ് എന്താണോ അതിനെ നമ്മളൊന്ന് അക്നോളജ് ചെയ്യണം. അതായത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഡിമെൻഷ്യ ഉള്ള ഒരാൾ ഒരു കീ വെച്ചിട്ട് മിസ്സായിപ്പോയി, എവിടെയാണെന്ന് ഓർക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ അവർ ഓൾറെഡി അവരൊരു സാഡ് ആയിരിക്കും, ഇല്ലെങ്കിൽ അവർ കുറച്ച് വെപ്രാളം ആയിരിക്കും കാണിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അവരോട് ചോദിക്കണം, അയ്യോ കീ കാണാത്തതിൽ അമ്മയ്ക്ക് വിഷമമാണോ, അല്ലെങ്കിൽ അമ്മ പേടിച്ചു പോയോ കീ കാണാഞ്ഞപ്പം. അപ്പം അവരുടെ ഫീലിംഗ് എന്താണോ അതിനെ നമ്മളൊന്ന് അവരോട് അക്നോളജ് ചെയ്തിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കണം, അവരെ റീഅഷ്വർ ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ, കീ കളഞ്ഞു പോയല്ലേ, സാരമില്ല, അത് ഇവിടൊക്കെ തന്നെ കാണും, ഞാനും കൂടെ അല്ലെങ്കിൽ ഞങ്ങളും കൂടെ ഹെൽപ്പ് ചെയ്ത് കീ നമുക്ക് കണ്ടുപിടിക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനിൽ അവരോട് സംസാരിക്കേണ്ടത്. അല്ലാതെ കീ കളഞ്ഞു പോയെന്ന് പറയുന്ന ഉടനെ അമ്മ എവിടെയാ വെച്ചേ, അമ്മ ഓർക്കുന്നില്ലേ, ഒന്ന് ഓർത്ത് നോക്കി എവിടെയാ വെച്ചേന്ന്, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഓർമ്മയില്ലെങ്കിൽ അത് വേറെ ആരുടെയെങ്കിലും കൈ കൊടുക്കണ്ടേ, ഇല്ലെങ്കിൽ എപ്പോഴും ഒരേ സ്ഥലത്ത് വേണ്ടേ വെക്കാനായിട്ട്, കാണുന്ന സ്ഥലത്ത് വേണ്ടേ വെക്കാനായിട്ട്, അങ്ങനെയൊക്കെ നമ്മൾ അങ്ങോട്ട് ലെക്ചർ ചെയ്യാൻ തുടങ്ങിയാൽ അത് അവരെ കൂടുതൽ വിഷമത്തിലാക്കുകയും അവരെ കൂടുതൽ അജിറ്റേറ്റഡ് ആക്കുകയും അപ്സെറ്റ് ആക്കുകയും ആങ്ഷ്യസ് ആകാനൊക്കെ മാത്രമേ സഹായിക്കത്തുള്ളൂ. അല്ലാതെ അത് അവരെ ആശ്വസിപ്പിക്കില്ല. അതിന് പകരമായിട്ട് നമ്മൾ പറയണം, പോട്ടെ സാരമില്ല, കീ ഇവിടൊക്കെ തന്നെ കാണും, ഞങ്ങളും കൂടെ ഹെൽപ്പ് ചെയ്ത് നമുക്കത് കണ്ടുപിടിക്കാം എന്ന് അവരെ ആശ്വസിപ്പിക്കണം. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം, നമ്മൾ പിന്നെ ഒരു അവസരത്തിൽ, ആ ഒരു സമയത്തെ അല്ല, പിന്നെ ഒരു ദിവസം നമ്മൾ അവർക്ക് അങ്ങനെ കീ കൂടെ മിസ് ചെയ്യുന്ന ഒരു ഇതുണ്ടെങ്കിൽ അതിനുള്ള ഒരു മാനേജ്മെന്റ് ആയിട്ട് അവർക്ക് എപ്പോഴും കീ വെക്കാനായിട്ട് ഒരു പർട്ടിക്കുലർ പ്ലേസ്, ഒരു ഹുക്കൊക്കെ അവർക്ക് എപ്പോഴും കാണുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ റെഡിയാക്കി കൊടുക്കുക. ഒരു കളർ കോൺട്രാസ്റ്റ് ഒക്കെ വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ സ്പേസ് അങ്ങനെ അവർക്ക് എപ്പോഴും കാണത്തക്ക രീതിയിലുള്ള സ്പേസ് അവരെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, ഇവിടെയാ കീ വെക്കേണ്ടത്. ഒരിക്കലും ആ കളഞ്ഞു പോയ സമയത്തല്ല, പിന്നെ ഒരു അവസരത്തിൽ. അതുപോലെ തന്നെ നമ്മൾ കീ അല്ലെങ്കിൽ താക്കോലെന്നൊക്കെ എഴുതി ആ ഹൂക്കിന്റെ മേളിൽ ഇങ്ങനെ എഴുതി വെക്കുക. അപ്പൊ അവര് തന്നെ ഓർക്കും കീ അവിടെ വെക്കണമെന്ന്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അത് ആ ഒരു കളഞ്ഞു പോയ ഉടനെ അല്ല, പിന്നെ ഒരു അവസരത്തിൽ അവർക്ക് അങ്ങനെ ഒരു പ്രോബ്ലം സ്ഥിരമായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് ഒരു മാനേജ്മെന്റ് ആയിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ഇനിയും രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നെവർ സേ ഐ ടോൾഡ് യു, ഓൾവേസ് റിപ്പീറ്റ്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഡിമെൻഷ്യ ഉള്ളവരെ പരിചരിക്കുന്ന മിക്ക ആളുകളിൽ നിന്നും നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അമ്മയോട്, അച്ഛനോട്, അല്ലെങ്കിൽ ആ ആളോട് എത്ര പറഞ്ഞാലും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും, ഞാൻ പറഞ്ഞു മടുത്തു, ഇങ്ങനെ ചിലരെങ്കിലും അങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ചിന്തിക്കണം, അത് അവർ നമ്മളെ ശല്യപ്പെടുത്താനോ നമ്മളൊന്ന് ബുദ്ധിമുട്ടട്ടെ എന്നൊക്കെ കരുതി ഒന്നും എപ്പോഴും ചോദിക്കുന്നതല്ല. ഉദാഹരണം പറഞ്ഞാൽ, ആ ഒരു ടൈമൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ഒരാൾ, അല്ലെങ്കിൽ അയാൾ എവിടെയാണ് എന്നറിയാൻ ആഗ്രഹമുള്ള ഒരാൾ, അല്ലെങ്കിൽ ആരാണ് അയാളോട് നിൽക്കുന്നത് എന്നൊരു അവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. അപ്പം ഒരു സ്ട്രേഞ്ചർ ആണോ എന്നൊക്കെ പേടിച്ച് അത് ആരാണെന്നുള്ള ആഗ്രഹത്തിലൊക്കെ നിങ്ങൾ ആരാ എന്നൊക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന് പറയുന്നത്, അത് നമ്മൾ ആരാണെന്ന് പറഞ്ഞു കൊടുത്താലും ടൈം എന്താണെന്ന് പറഞ്ഞാലും എവിടാണെന്ന് പറഞ്ഞാലും ഒരു 5 മിനിറ്റിനുള്ളിൽ അവരതങ്ങ് മറന്നു പോകും. അപ്പം അവർ 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അവർക്ക് അറിയത്തില്ല ഇത് ഏത് സമയമാണ്, ഞാൻ എവിടെയാ, എൻ്റെ കൂടെ ഇരിക്കുന്ന ആളാരാ, അതോ ഞാൻ ഫുഡ് കഴിച്ചോ, ഒന്നും അവർക്ക് ഓർമ്മയില്ല. അപ്പൊ അതുകൊണ്ടാണ് അവർ വീണ്ടും നമ്മളോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ക്ഷമ വിടുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ, ഞാൻ മടുത്ത, അമ്മ എന്തിനാ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ അങ്ങനെ പറയുന്ന ഒരു നേരവും അങ്ങനെ പറയുന്ന ഒരു എനർജിയും ഒക്കെ മതി നമ്മൾ അവർ ചോദിക്കുന്നതിന് ഒരു ഉത്തരം പറയാൻ. എത്ര സമയമാണെന്ന് ചോദിച്ചാൽ 5 മണി എന്ന് പറയുക, 5 മണിയാണെങ്കിൽ 5 മണി എന്ന് പറയുക.
അത് കഴിഞ്ഞിട്ട് വീണ്ടും ചോദിച്ചാലും ആ സമയം പറഞ്ഞു കൊടുക്കുക. അപ്പം നമ്മൾ അമ്മയോട് ഒത്തിരി വട്ടം പറഞ്ഞതല്ലേ എന്നൊക്കെ പറയാനെടുക്കുന്ന ആ ഒരു സമയവും എനർജിയും വാക്കുകളേ ഉള്ളൂ. അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ എപ്പോഴും ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ. അപ്പം അത് അവരുടെ തെറ്റുകൊണ്ടല്ല ഒരിക്കലും അവരങ്ങനെ ചോദിക്കുന്നത്. അവരങ്ങനെ ചോദിച്ചെന്നുള്ളതും അവർ മറന്നുപോകും. നമ്മൾ പറഞ്ഞ സമയം എത്ര ആണെന്നും ഇന്നത്തെ ദിവസം പറഞ്ഞു കൊടുത്തതും ഒക്കെ അവരപ്പോഴേ മറക്കും. അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവരോട് ഞാൻ ഓൾറെഡി പറഞ്ഞതാ, ഇനി എനിക്ക് വയ്യ, അങ്ങനെ പറയരുത്. അവർ ചോദിക്കുന്നതിന് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അതാണ് അവർക്ക് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ അല്ലാതെ ഞാൻ ഓൾറെഡി പറഞ്ഞതാ എന്ന് പറയുമ്പോഴൊക്കെ അവരൊത്തിരി അപ്സെറ്റ് ആവും, സാഡ് ആവും. അവരുടെ മൂഡൊക്കെ ഒത്തിരി മാറി, കണ്ടീഷനൊക്കെ ഒത്തിരി വേഴ്സ് ആവും. അപ്പം അങ്ങനെ ഒരു ഇത് നമ്മൾ ചെയ്യരുത്. പിന്നെ മൂന്നാമതായിട്ടുള്ള ഒരു കാര്യമാണ് നെവർ ആസ്ക് ടു റിമെമ്പർ, ഓൾവേസ് റെമിനിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം, നമ്മൾ ഓർക്കുന്നുണ്ടോ അല്ലെങ്കിൽ റിമെമ്പർ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന എന്തോ പഴയ കാര്യങ്ങളെ പറ്റിയാണ് അല്ലെ. നമ്മൾ ചോദിക്കും ഇന്ന സംഭവം അമ്മ ഓർക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇന്ന ആളെ ഓർക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ പേര് ഓർക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്നെ അറിയാമോ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇങ്ങനെ അസുഖമായിട്ടുള്ളവർക്കും ഡിമെൻഷ്യ കണ്ടീഷൻ ഉള്ളവരോടൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ചോദിക്കുമ്പോൾ അവരുടെ ബ്രെയിനിൽ എന്താ സ്റ്റാർട്ട് ചെയ്യുന്നത്, അവരിങ്ങനെ ഓർക്കാൻ ശ്രമിക്കും ആ സംഭവം അല്ലെങ്കിൽ ആള് അല്ലെങ്കിൽ മറ്റേ ആളുടെ വ്യക്തിയുടെ പേര്, റിലേഷൻ, ഇതൊക്കെ അവരിങ്ങനെ ഓർക്കാൻ ശ്രമിക്കും. അവർക്കൊന്നും കിട്ടില്ല. അപ്പോൾ അവർ ഒത്തിരി ആൻഷ്യസ് ആവും, അജിറ്റേറ്റഡ് ആവും, അഗ്രസീവ് ആവും, സാഡ് ആവും, കരയാൻ തുടങ്ങും. എന്തെങ്കിലുമൊക്കെ അങ്ങനെ അവരുടെ മൂഡ് അങ്ങ് അപ്പാടെ ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ഒരു ഡിമെൻഷ്യ കണ്ടീഷൻ ആയിട്ടുള്ളവരോട് ഓർക്കുന്നുണ്ടോ, ഓർമ്മയുണ്ടോ, എന്നെ അറിയാമോ, എൻ്റെ പേരറിയാമോ, ഞാൻ ആരാണെന്ന് പറയാമോ, അങ്ങനെയൊന്നും ചോദിക്കരുത്. അപ്പം നമുക്ക് അവരോടൊരു സംഭവത്തെ പറ്റി സംസാരിക്കണം, ഇല്ലെങ്കിൽ ഒരാളിനെ പറ്റി സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇന്ന ആളുടെ വീട്ടിൽ ഇന്ന ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറയണമെന്ന് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യുക, റെമിനിസൻസ്. അത് ചെയ്യുക. അങ്ങനെ പറഞ്ഞാൽ ആ നമ്മൾ പറയുന്ന ആളിനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും പിക്ചേഴ്സോ വസ്തുക്കളോ ഒക്കെ ഇവരെ ഒന്ന് കാണിക്കുക. ഇല്ലെങ്കിൽ അതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലം കാണിക്കാൻ പറ്റുമെങ്കിൽ ആ സ്ഥലമൊക്കെ ഒന്ന് കാണിക്കുക. അപ്പം അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട മെമ്മറിയുള്ള എന്തെങ്കിലും കാര്യങ്ങളോ വസ്തുക്കളോ ഫോട്ടോകളോ അല്ലെങ്കിൽ ആ വ്യക്തികളെ പറ്റിയുള്ള ഫോട്ടോകളോ ഒക്കെ കാണുമ്പോൾ ഇവർക്ക് ചില കാര്യങ്ങൾ അവരുടെ മനസ്സിൽ വരും. അന്നേരം നമുക്ക് ഇതിനെ പറ്റിയൊക്കെ ഒന്ന് പറയുമ്പോൾ അവർക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. അവർ ഈ ഫോട്ടോയിൽ നമ്മൾ കാണിക്കുന്ന സാധനങ്ങളുമായിട്ടൊക്കെ റിലേറ്റഡ് ആയി ഓരോന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് ഒരുപക്ഷെ ഓർമ്മ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അവർ അജിറ്റേറ്റഡ് ആവത്തില്ല. അപ്പം നമ്മൾ ഒരിക്കലും അവരോട് റിമെമ്പർ ചെയ്യാൻ ആസ്ക് ചെയ്യരുത്. ഓൾവേസ് നമ്മളൊരു പിക്ചറോ അല്ലെങ്കിൽ അങ്ങനെ മെമ്മറാബിലി, അതായത് അവരുടെ ആ മെമ്മറിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കളോ സ്ഥലങ്ങളോ ഫോട്ടോയൊക്കെ കാണിച്ചിട്ട് അവരോട് സംസാരിക്കുകയും അതിനെപ്പറ്റി പറയാനും ഒക്കെ തുടങ്ങണം. അല്ലാതെ ഒന്നുമില്ലാതെ നമ്മൾ ബൈ വേർഡ്സ് അവരോട് ഓർക്കുന്നുണ്ടോ, പറയുന്നുണ്ടോ, ഇന്ന ആളെ അറിയില്ലേ, അങ്ങനെയൊന്നും ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം ഇത്രയും 3 കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പം ഇനിയുള്ള ബാക്കി അബ്സല്യൂട്ട്സുമായി ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.